ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ കൽപ്പാത്തിയിലാണുള്ളത്. കൽപ്പാത്തിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നാണ്. അപ്പോൾ എനിക്ക് കൽപ്പാത്തി ഇവിടുന്ന് വളരെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കൽപ്പാത്തിയിലൊരു വ്ളോഗ് എടുത്തുവിടാം. കാരണം കൽപ്പാത്തി അഗ്രഹാരമൊന്നും പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കൽപ്പാത്തിയിൽ ആഫ്റ്റർ കൽപ്പാത്തി രഥോത്സവമുള്ള ഒരു മോർണിംഗ് റുട്ടീനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ ഈവനിങ് വിശേഷങ്ങളും വഴിയെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതാണ് രാധു. രാധു അമ്മയുടെ സ്റ്റുഡൻ്റാണ്, എൻ്റെ ഫ്രണ്ടുമാണ്. രാധു താമസിക്കുന്നത് കൽപ്പാത്തിയിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇന്ന് രാധുവിൻ്റെ കൂടെ കൽപ്പാത്തി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാധുവിൻ്റെ വീട്ടിൽ വന്നാണ്. ഇത് രാധുവിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കുട്ടി മാരിയമ്മൻ കോവിലാണ് കേട്ടോ. ഒരു തുണയാക എൻ ഉള്ളത്തിൽ അമർന്ന ഒരു തുണയാക എൻ ഉള്ളത്തിൽ അമർന്നായി ഒരു തുണയാക എൻ ഉള്ളത്തിൽ അമർന്നായി ഉണയன்றி വേറെ யாரோ എന്താய் ഉണയன்றி വേറെ யாரോ. നമ്മുടെ കൽപ്പാത്തിയിൽ 3 ദിവസമാണ് ഈ രഥോത്സവം നടക്കുന്നത്. മെയിനായിട്ട് 1-ാം തേര്, 2-ാം തേര്, 3-ാം തേര് എന്ന് പറയും. ഇതിൽ 2-ാം തേര് നടന്ന ടെമ്പിളാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അതാണ് മന്ദക്കര ഗണപതി ടെമ്പിൾ. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ടെമ്പിളാണത്. ഇതാണ് ഈ അമ്പലത്തിലെ തേര്. ഇവിടുന്ന് കാണുന്നതാണ് നമ്മുടെ അഗ്രഹാരം. ഒരുപാട് വീടുകളും അതിൻ്റെ അറ്റത്ത് ഒരു ടെമ്പിളും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ അഗ്രഹാരം എന്ന് പറയുന്നത്. അഗ്രഹാരത്തിൻ്റെ അകത്ത് വന്നു. അപ്പോൾ മന്ദക്കര ഗണപതി ടെമ്പിളാണ് ഞാൻ ചെയ്തത്. അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ വേറൊരു ടെമ്പിൾ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആക്ച്വലി കോലം എടുക്കുന്ന വീഡിയോ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ മിക്ക വീഡിയോയിലും അവിടെ കോലം എടുക്കുന്നിട്ട് എന്നോട് രാധു പറഞ്ഞു ഇവിടെ എന്താ പറയുക, ചില വീടുകളിൽ രാത്രി തന്നെ കോലമൊക്കെ ഇടാറുണ്ടെന്ന്. പിന്നെ ഇവിടെ വേറെ കുറച്ച് അഗ്രഹാരം ഉണ്ടല്ലേ? അതെ, ചുറ്റും ഇവിടെ കുറെ അഗ്രഹാരങ്ങളുണ്ട്. നമ്മൾ കൽപ്പാത്തി മാത്രമല്ലേ എല്ലാവരും കാണിക്കുന്നത്. അപ്പോൾ അതല്ലാതെയും കുറേ ഉണ്ട്. അതെ, അപ്പോൾ അത് കൽപ്പാത്തി അല്ലാതെ ഒരുപാട് അഗ്രഹാരം ഉണ്ടെന്നാണ് രാധു പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ രാധുവിനെയും കൂട്ടി വന്നിരിക്കുന്നത് തന്നെ ഇതെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള സ്ഥലങ്ങൾ എല്ലാം കാണാം. വായോ. പാലക്കാട് കൽപ്പാത്തി ഒരു ഹെറിറ്റേജ് വില്ലേജ് ആണ്. ഇത് പാലക്കാടിലെ വൺ ഓഫ് ദി ഫേമസ് പ്ലേസസിൽ ഒന്നാണ്. നമ്മുടെ പാലക്കാടിൻ്റെ ട്രഡീഷൻ തന്നെ എടുത്തറിയുന്ന ഒരു പ്ലേസ് ആണ് കൽപ്പാത്തി. ഇവിടുത്തെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1790s തമിഴ്നാട് തഞ്ചാവൂർ താമസിച്ചിരുന്ന ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ടിപ്പു സുൽത്താൻ്റെ അറ്റാക്ക് ഭയന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ പാലക്കാടിലുള്ള രാജാവ് കൽപ്പാത്തി പുഴയുടെ സമീപത്ത് ഒരു പ്ലേസ് കൊടുത്തതാണ് ഇവർക്ക് താമസിക്കാൻ. അപ്പോൾ അങ്ങനെയാണ് ഈ കൽപ്പാത്തി അഗ്രഹാരം ഉണ്ടായത്. ഇതൊക്കെ എനിക്കൊരു കേട്ടുകേൾവിയാണ് കേട്ടോ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ ടോട്ടലി 4 അഗ്രഹാരങ്ങളുണ്ട്. ചാത്തപുരം, ഗോവിന്ദരാജപുരം, ഓൾഡ് കൽപ്പാത്തി ആൻഡ് ന്യൂ കൽപ്പാത്തി. ആക്ച്വലി എത്ര മണിക്കാണ് ഈ കോലം ഇടേണ്ടത്? ട്രെൻഡൊക്കെ മാറിയോ? 5 മണിക്ക് നിന്നിട്ട് കോലം മാറിയപ്പോൾ ഇഷ്ടത്തിന് 6 മണി ഏത് ടൈമിൽ വേണമെങ്കിലും ഇടാം അല്ലേ? അങ്ങനെ ഏർലി മോർണിംഗ് തന്നെ ഇടണമെന്നൊന്നുമില്ല. 6 മണിക്ക് ഇടണല്ലേ? അത് ശരി. 6, 8 എല്ലാവർക്കും അതെ, അങ്ങനെയായി. ശരി, താങ്ക് യു. വയസ്സായില്ലേ, ഇഷ്ടമുള്ളപ്പെടാന്നൊക്കെ. ഞാനും പാലക്കാട് തന്നെ, ഒലോക്കോട് തന്നെ. അപ്പൊ ഞാനൊരു വ്ളോഗിന് വേണ്ടിയിട്ടാ. ശരി, താങ്ക് യു.
ഇവിടെ ഇന്ന് വോട്ടെണ്ണലിൻ്റെ ദിവസമായതുകൊണ്ട് ഞങ്ങൾ പോകുന്ന ടൈമിൽ എല്ലാ മീഡിയക്കാരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെ വണ്ടിയും അവിടെ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നോട് രാധു പറഞ്ഞത് എന്താണ്, സ്ഥാനാർത്ഥികളൊക്കെ മോർണിംഗ് ടൈമിൽ എപ്പോഴും കൽപ്പാത്തിയിലാണ് ഇങ്ങനെ മീഡിയക്കാരെല്ലാവരും വരാറ്, ഇവിടെ നിന്നാണ് കുറേ പേര് ഇങ്ങനെ ഇൻ്റർവ്യൂസും സംഭവങ്ങളെല്ലാം എടുക്കാറ് എന്നോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാലക്കാട് ഇവിടുത്തെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ ആണ് കേട്ടോ അതേ അവിടെ എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടെമ്പിളിന് പേരില്ല. ഓക്കെ, അതായത് ക്ഷിപ്ര ഗണപതി ടെമ്പിൾ. ഓക്കെ, ഇതാണ് ക്ഷിപ്ര ഗണപതി ടെമ്പിള്. രാധു പറഞ്ഞ പോലെ ഈ ടെമ്പിളിൽ തേരില്ല, ഞാൻ കേട്ടത് പേരില്ല എന്നായിരുന്നു. അപ്പോൾ ഈ ടെമ്പിൾ നമുക്ക് കൽപ്പാത്തിയിലോട്ട് കയറി വരുമ്പോൾ തന്നെ പെട്ടെന്ന് ആദ്യം കാണാൻ പറ്റുന്നൊരു ടെമ്പിളാണ്. ഞങ്ങളിവിടെ എപ്പോഴും തൊഴാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം നേരം വെളുത്തു, കൽപ്പാത്തി കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായി വരികയാണ്. അവിടെ ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാനൊക്കെ വന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥികളൊക്കെ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് വേറെ വഴി കൂടെ ഈ അമ്പലത്തിൻ്റെ പേരെന്താ? വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ടെമ്പിൾ. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിനെ കുണ്ടമ്പലം എന്ന് പറയും. ഫേമസ് ആയിട്ട് അറിയുന്നത് കുണ്ടമ്പലം എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് പോകാം അല്ലേ. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ടെമ്പിൾ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെമ്പിള്. ഈ അമ്പലത്തിലാണ് ഒന്നാം തേര് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പേര്, ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പേരാണ് കുണ്ടമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 വഴിയുണ്ട് ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി. അപ്പുറത്തെ വഴിയിൽ ഭയങ്കര തിരക്കായതുകൊണ്ടാണ് നമ്മൾ ഈ വഴി വന്നത്. അപ്പോൾ ഇത് ഈ അമ്പലത്തിൻ്റെ ഇങ്ങനെ താഴോട്ടാണ് കേട്ടോ, ഇങ്ങനെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ആണ് നമ്മൾ ഈ അമ്പലത്തിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ താഴെയും ഒരുപാട് ഷോപ്സും എല്ലാം ഉണ്ട്. ഈ കുണ്ടമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കടകളെല്ലാം തേര് പ്രമാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ആ സൈഡിൽ തന്നെ ഒരുപാട് ഷോപ്സ് ഇപ്പം തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കിഴക്കേ നടയിലാണ്. അതെ, കുറച്ച് ഇതിനകത്ത് പിന്നെ വലിയ വെയിലുണ്ടാവില്ലല്ലോ. പുറത്തൊക്കെ വെയിലായതുകൊണ്ട് അവർ ക്ലോസ് ചെയ്ത് വെക്കും. തിരക്ക് ആൾക്കാർ വരുന്ന ഈ മോർണിംഗ് ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, ഇവിടെ നമുക്ക് വെയിലൊന്നുമില്ലല്ലോ. ഇവിടെ ഒരു അമ്പലമുണ്ട്, ഈ സൈഡിൽ ഒരു അമ്പലമുണ്ട്. എന്തായാലും ഭയങ്കര വലിയ അമ്പലം. ഇതൊക്കെ നല്ലോണം സ്പേസ് ഉണ്ട്. ഇതാണ് ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ടെമ്പിൾ. നമ്മളെപ്പോഴും കുണ്ടമ്പലം തന്നെ പറയാറുണ്ട്. അതെ, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പേരുള്ളത് അറിയുന്നത്. കിട്ടില്ല, പക്ഷെ പുറത്തുണ്ടാവും. ഇത് ആർക്കിയോളജി വിഭാഗം ഉള്ളവർ പ്രിസർവ് ചെയ്ത് വെച്ചൊരു കല്ലാണ്. ഈ കല്ലിലാണത്ര അമ്പലത്തിൻ്റെ എല്ലാ ഹിസ്റ്ററിയും എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അത് കോലെഴുത്താണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കത് നോർമലി ഉള്ള ആൾക്കാർക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷേ ആർക്കിയോളജി വിഭാഗത്തിലുള്ളവർക്ക് അത് വായിച്ചെടുത്ത് അതിൻ്റെ ഹിസ്റ്ററി മുഴുവൻ, ഈ അമ്പലത്തിൻ്റെ ഫുൾ ഹിസ്റ്ററി അതിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതുണ്ട്, കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ അതാ സൈഡിൽ കണ്ടോ കുറച്ച് കടകളൊക്കെ ആക്റ്റീവായി. പിന്നെ ഈ സമയത്ത് കടകൾ തുറന്നാലും പ്രശ്നമില്ല, കാരണം ഇവിടെ ഷെൽട്ടർ ഉള്ളത് കൊണ്ട് വെയിലും പ്രശ്നങ്ങളൊന്നുമില്ല. പുറത്തത്തെ കടകൾ മാത്രമാണ് മുഴുവൻ അടച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ വഴിയാണ് ഈ അമ്പലത്തിലെ മറ്റൊരു വഴി. നമ്മൾ ഈ വഴി കൂടെ വന്നത്. പിന്നെ ഇതാ ഈ ടെമ്പിൾ കണ്ടോ, ഇത് മുരുകൻ സേവാ സമിതിയുടെ ഒരു ചെറിയ ടെമ്പിളാണ്. അപ്പം നമ്മൾ അവിടെ നിന്നെല്ലാം തൊഴുതിറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ കൂട്ടാനുള്ള സ്ലൈഡ് എടുത്തില്ല. അപ്പോൾ ഈ ടിക് ടാക് സ്ലൈഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും.
ഓക്കെ അല്ലേ? ശരിയാ? പൂ വാങ്ങിച്ചില്ല. അങ്ങനെ ഇനി ഞങ്ങൾ പോകുന്നത് 3-ാം തേര് നടക്കാറുള്ള ലക്ഷ്മി നാരായണ ടെമ്പിളിലേക്കാണ്. ഇതും വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. നമ്മൾ കൽപ്പാത്തിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ടെമ്പിൾ കാണാൻ പറ്റും. ഒരു തുണയാകയൻ ഉള്ളത്തിൽ എന്താ ആ കാണുന്നത് കൽപ്പാത്തി പുഴയാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കൽപ്പാത്തി പുഴയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുക കേട്ടോ. കുളിക്കുന്ന സ്ഥലമുണ്ട്. ഇങ്ങനെ വെള്ളമൊക്കെ കുറവാണ്, കണ്ടില്ലേ? കൽപ്പാത്തി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കൽപ്പാത്തി പുഴയിൽ അത്ര ആഴം കുറവല്ലേ? ആഴമുള്ള സ്ഥലങ്ങളുണ്ട്, പക്ഷെ ചില ഏരിയ ഭയങ്കര ആഴം കുറവുള്ള. അതെ, നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇനി അടുത്ത് പോവേണ്ട ടെമ്പിളിലേക്ക് നമുക്ക് പുഴയുടെ സൈഡിൽ കൂടെ പോവാം. ഈ വഴിയിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി പോയി റോട്ടിലൂടെ തിരിച്ചു വരാം. അങ്ങനെയാണെങ്കിൽ അതെ, ചാത്തപുരം അഗ്രഹാരത്തിലേക്ക് നമുക്ക് ഈ വഴിയിലൂടെ പോകാം. അതെ, ഇതാണ് കൽപ്പാത്തി പുഴ. നമ്മൾ ഇവിടുന്ന് ഈ വഴിയിലോട്ടാണ് നെക്സ്റ്റ് അഗ്രഹാരത്തിലേക്ക് പോകുന്നത് കേട്ടോ. ഇതാണ് ചാത്തപുരം ബാബു. ഇവിടുത്തെ കൽപ്പാത്തി കയറട്ടെ. ചാത്തപുരം അഗ്രഹാരത്തിലെ ആനക്കുട്ടിയാണല്ലേ? എനിക്ക് കാണുന്നില്ലല്ലോ. അതാ ചാത്തപുരം ബാബു. ഭയങ്കര ക്യൂട്ടല്ലേ ബാബു? ബാബു എറിയോ? മറ്റേ ആ വൈറൽ വീഡിയോയിൽ കണ്ട പോലെ ബാബു. അങ്ങനെ നമ്മൾ ചാത്തപുരം അഗ്രഹാരത്തിൻ്റെ അവിടെ എത്തി. ഇത് ചാത്തപുരം അഗ്രഹാരത്തിൻ്റെ ബാക്ക് വ്യൂ ആണ്. കാരണം നമ്മൾ ഷോർട്ട് കട്ടിലൂടെ വന്നതുകൊണ്ട് നമുക്ക് ബാക്ക് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. പിന്നെ ഇതാ ആ ദൂരെ കാണുന്നതാണ് പാലക്കാട് പുതിയ പാലം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ പാലം കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ചാത്തപുരം പ്രസന്ന മഹാഗണപതി ടെമ്പിൾ. ഇതാണ് ചാത്തപുരം അഗ്രഹാരം. അപ്പോൾ അവിടെ എന്തോ ഒരു പൂജ നടക്കുന്നുണ്ട്. അതാണ് ഭയങ്കര കുറേ ആൾക്കാർ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മലയാളത്തിലെ ഫേമസ് മൂവീസായ വിയറ്റ്നാം കോളനി, പിന്നെ പുതിയ മുഖം, പൃഥ്വിരാജിൻ്റെ കൽപ്പാത്തിയുടെ സീൻസ് കാണിക്കുന്നത് ഇവിടെയാണ് ഇത്ര ഷൂട്ട് ചെയ്തത്. ഇവിടുത്തെ ഏതോ ഒരു വീട്ടിലായിരുന്നു അതിൻ്റെ ഷൂട്ടെന്നാണ് രാധു പറഞ്ഞത്. അങ്ങനെ ഈ 2 മൂവി മാത്രമല്ല, വേറെ ഒരുപാട് മൂവീസും ഒരുപാട് ഫോട്ടോഷൂട്ട്സ് എല്ലാം കൽപ്പാത്തിയിൽ നടക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ടെമ്പിളൊക്കെ ദൂരെ നിന്ന് കാണാൻ എന്തൊരു ഭംഗിയല്ലേ, ഭയങ്കര ഫീൽ ഗുഡാണ്. ഇങ്ങനെ അടുത്തടുത്ത വീടുകളും പിന്നെ അതിൻ്റെ അറ്റത്തൊരു ടെമ്പിളും അങ്ങനെയൊക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ അമ്പലം ഇങ്ങനെ അറ്റത്ത് ഇരിക്കുന്നതൊക്കെ കാണാനൊക്കെ.
ഇതേതാ സ്ഥലം? ഇതാണ് അച്ചമ്പടി നമ്മൾ ലോക്കലി പറയും. VK ഇടം. VK ഇടം. ഓക്കെ. പാലക്കാട് രാജവംശം താമസിച്ചിട്ടുണ്ടായിരുന്ന കൽപ്പാത്തിയിലെ അവരുടെ വസതിയായിട്ട് പറയുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ. 1-ാം തേര് ദിവസം വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ടെമ്പിളിലെ തേര് ഇവിടെയാണ് വന്ന് നിൽക്കുക. അപ്പൊ 3 തേരും ഇവിടെ വന്ന് നിൽക്കും. അതെ, 3 തേരും ഇവിടെ വന്നിട്ടാണ് നിൽക്കുക. ഓക്കെ. അപ്പൊ ഇതൊരു ഡൈനാസ്റ്റി ആണോ? അച്ഛൻ ഈ പാലക്കാട് ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ്. ഓക്കെ. ഇത് പേര് എന്തൊരു പേര് പറഞ്ഞല്ലോ? അച്ഛൻ ഇട്ടിക്കോമ്പി അച്ഛൻ എന്നൊക്കെ പറയും. ഇട്ടിക്കോമ്പി അച്ഛൻ. ഓക്കെ. അതിൽ ഒരാളാണ് ഇട്ടിക്കോമ്പി അച്ഛൻ എന്ന് പറയുന്നത്. ഈ ഡൈനാസ്റ്റിയിലുള്ള ഒരാളാണ്. ഓക്കെ. ഇതാണ് ആ സ്ഥലം അല്ലേ? ഇത് സംഭവം അവരുടെ വീട് അവരുടെ ഇവിടെ കൽപ്പാത്തിയിലുള്ള അവരുടെ ഒരു വസതി പോലെയാണ്. ഇപ്പൊ ഓഡിറ്റോറിയം പോലെയൊക്കെ കൊടുക്കുന്നത്. ഓക്കെ. ആയിരുന്നു പണ്ട്. ഓക്കെ. സെറ്റ്. അങ്ങനെ ഞങ്ങൾ ഗോവിന്ദരാജപുരം അഗ്രഹാരത്തിലുള്ള ശ്രീ വരദരാജ പെരുമാൾ ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ആ ടെമ്പിള്. ഈ ടെമ്പിൾ നമ്മൾ പോണ വഴിക്കാനുള്ള ടെമ്പിളാണ് കേട്ടോ. സോ ഇതാണ് ഗോവിന്ദരാജപുരം അഗ്രഹാരം. ഓൾമോസ്റ്റ് എല്ലാ അഗ്രഹാരവും കാണാൻ ഭയങ്കര സിമിലർ തന്നെയാണ് കേട്ടോ. എല്ലാ വീട്ടിലും കോലം അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാണ് വൈദ്യനാഥപുരം അഗ്രഹാരം. ആ ദൂരെ കാണുന്നതാണ് ശിവന്റെ ടെമ്പിള്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കൃഷ്ണന്റെ ടെമ്പിൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ അഗ്രഹാരമാണ്. അപ്പോൾ ഇതാണ് വൈദ്യനാഥപുരം അഗ്രഹാരം. അങ്ങനെ ഫൈനലി വന്ന ക്ഷേത്രമാണ് ശ്രീ കൊറ്റം കുളങ്ങര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ പോയാലാണ് നമ്മുടെ കൽപ്പാത്തി പുഴയുടെ വേറൊരു ഏരിയയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ ഏരിയയിൽ ആൾക്കാർ കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങൾ ഈ വഴി വരാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൽപ്പാത്തി പുഴയുടെ വേറൊരു സൈഡിലേക്ക് എത്തി. ഇവിടെ കണ്ടോ ഭയങ്കര വിജനമായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. മേ ബി കൂടിപ്പോയ 1-2 ആൾക്കാരൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. എനിക്ക് മറ്റൊരു ഓർമ്മ, ഫിഷ് സ്പാ ഒക്കെ ചെയ്യില്ലേ നമ്മൾ, ഫിഷ് പെഡിക്യൂറൊക്കെ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് പെഡിക്യൂർ ചെയ്യാൻ പറ്റും. ആ ഒരു ടൈപ്പ് ഫിഷസ് മാത്രമുള്ള കുറേ ആയി ഒരു പുഴയിലൊക്കെ വന്നിട്ട്. ഒന്നാമത്തെ കാര്യം എനിക്ക് നീന്തൽ അറിയില്ല, ഇപ്പം നീന്തൽ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ വന്നിട്ട് ഒരുപാടായി ഈ ഒരു ഇതിൽ വന്നിട്ട്. ഞാൻ ആക്ച്വലി കൽപ്പാത്തിപ്പുഴ ഇത്രയും കാലം പാലക്കാട് നിന്നിട്ട് കൂടെ ഞാൻ കൽപ്പാത്തിപ്പുഴ ഇങ്ങനെ അടുത്ത് വന്നിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇവിടെയൊക്കെ വന്ന് കാണുന്നത്. യൂഷ്വലി വന്നിട്ടില്ല ഈ ഏരിയയിലോട്ടൊന്നും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് രാധുവിൻ്റെ വീട്ടിലോട്ട്. നമ്മളെല്ലാ ടെമ്പിൾസും 4 ടെമ്പിൾസും കവർ ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയിട്ട് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്. അപ്പം നമുക്ക് ഇനി ഈവനിങ് കാണാം. ഞാൻ പോണ വഴിക്ക് നല്ല ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി. അങ്ങനെ ഞാൻ അതും മേടിച്ച് അതും തിന്നുകൊണ്ട് സന്തോഷമായിട്ട് അങ്ങനെ രാവിലെ വീട്ടിലോട്ട് തിരിച്ചു പോയി. ഗുഡ് ഈവനിങ് എവ്രി വൺ. ഞാൻ അങ്ങനെ വൈകുന്നേരം വീണ്ടും കൽപ്പാത്തിയിലെത്തി. അപ്പോൾ നമ്മൾ രാവിലെ വന്നിരുന്ന മന്ദക്കര ഗണപതി ടെമ്പിളിൻ്റെ അവിടെ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം വൈകുന്നേരം വന്നത്. അപ്പോൾ കടകളൊക്കെ പതുക്കെ ഓപ്പണായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനും രാധുവും കൂടെ തേരാപ്പാര ഇങ്ങനെ നടക്കുകയായിരുന്നു. നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. ഇതാണ് ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി. പല ഫുഡ് വ്ളോഗേഴ്സിൻ്റെ ഇതിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ്. ഇവിടുത്തെ വെജിറ്റേറിയൻ ഫുഡൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടെയുള്ള ഒരു ഐശ്വര്യ മെസ്സ്, ഇതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ് കേട്ടോ കൽപ്പാത്തിയിലെ. ഇവിടെ സ്വീറ്റ്സ് അല്ലാതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അച്ചാർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇതാ ഇവിടുത്തെ തിരക്കുണ്ടോ, അത്യാവശ്യം നല്ലോണം തിരക്കുണ്ടാവും കേട്ടോ ഈവനിങ് ടൈമിൽ. മോർണിംഗ് അങ്ങനെ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കാണ്. തേര് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി, പക്ഷെ എന്നാലും നമ്മുടെ ഇവിടുത്തെ കടകൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. എനിക്കിവിടെയൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് നൊസ്റ്റു അടിക്കും. ഞാൻ ഒരു ടൈമിൽ ഈ കൽപ്പാത്തി തേര് വരുന്ന സമയത്തൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. നമ്മളിവിടെ അച്ചൊക്കെ ഇടുന്ന മറ്റേ റെഡ് കളർ മൈലാഞ്ചിയൊക്കെ ഇല്ലേ,
ആ അച്ച്, പിന്നെ മോതിരത്തിൽ പേരെഴുതുക, അങ്ങനെ കുറേ ഇഷ്ടങ്ങളുണ്ട് കേട്ടോ. ഇതാ ഇപ്പോൾ ഇവിടെ പഴയകാല മിഠായി, അതൊക്കെ എനിക്ക് ഭയങ്കര ക്രേസുള്ള സാധനങ്ങളാണ്. തേൻ മിഠായി, അങ്ങനെ കുറേ കോയിൻ മിഠായി, അങ്ങനെ ഇതൊക്കെ. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ഞാൻ കുഞ്ഞിലേ സ്ഥിരം എന്തോരം എക്സൈറ്റഡ് ആയിട്ടാണ് ഇങ്ങോട്ട് വരിക എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കുമായിരുന്നു. കാരണം എന്താ പറയുക, ഇതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യമാണ് കൽപ്പാത്തി തേര് എന്നൊക്കെ പറയുന്നത്. ഞാനിവിടുത്തെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നോക്കായിരുന്നു. തോക്കിൻ്റെ പെന്ന്, പിന്നെ സ്നിക്കേഴ്സിൻ്റെ ഷേപ്പിലുള്ള ഇറേസറൊക്കെ. ഞങ്ങളങ്ങനെ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ തൊട്ട് സൈഡിലുള്ള ഒരു ഷോപ്പിൽ പോയി. അപ്പോൾ ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ, രാതൊന്നും പറഞ്ഞില്ല. ഞാനൊരു ബൂസ്റ്റ് കുലുക്കിയാണ് പറഞ്ഞത്. ഇവിടുത്തെ സെലക്ഷനെ കുറിച്ചും വിലക്കുറവിനെ കുറിച്ചും ഇഷ്ടമുള്ളത് മനസ്സറിഞ്ഞ് ഇഷ്ടംപോലെ വാങ്ങാം. എന്താ ഉന്നത ഗുണനിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് മലബാർ മേളയിലേക്ക്. സംഭവം നൈസായിരുന്നു. എന്നോട് കുറച്ച് എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് അഭിനയിച്ച് തകർക്കുന്നത്. നല്ല സാധനം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കുടിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റുള്ള സ്പ്രിങ് പൊട്ടാറ്റോ അവിടെ പോയി. ഇന്ന് ഫുള്ള് തീറ്റ കേട്ടോ. വൈകുന്നേരം ആക്ച്വലി തേരിന് വരുന്നതിൻ്റെ ഒരു പർപ്പസേ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് വൈകുന്നേരം. അപ്പോൾ രാധു ഇത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ സ്പ്രിങ് പൊട്ടാറ്റോ വാങ്ങിക്കാൻ വേണ്ടി പോയി കേട്ടോ. കെച്ചപ്പ് മാത്രം മേടിച്ചിട്ട് ബാക്കിയെല്ലാം ഹോം മെയ്ഡാന്നാണ് ചേട്ടൻ പറഞ്ഞത്. എനിക്കിപ്പോഴും ഈ സാധനം മര്യാദയ്ക്ക് കഴിക്കാറില്ല. ഇപ്പോഴും ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വായ മൊത്തമാവും. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോയുടെ മുമ്പിൽ കഴിക്കാൻ ഓക്കെ കഴിച്ചോക്കൂ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കഴിപ്പെല്ലാം അവസാനിച്ച് നടക്കാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഏരിയയിലെ കഴിപ്പെല്ലാം അവസാനിച്ച് നടക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇന്ന് രാവിലെ കണ്ട സ്ഥലമാണിത്. മറ്റേ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ടെമ്പിൾ. അതാണ് ആ കാണുന്നത്. ആ ശിവൻ്റെ പാർവതിയുടെ ആ തേരിൻ്റെ ബാക്കിൽ കണ്ടോ, ആ ടെമ്പിളിൻ്റെ ആ ഏരിയ തന്നെയാണിത്. നൈറ്റ് കുറച്ചുകൂടെ രസമില്ലേ, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് ലൈക്ക് ഇടിച്ചിടിച്ചാണ് നമ്മളെല്ലാവരും നടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സൈഡിൽ ആ തേരില്ലാത്ത ആ അമ്പലമല്ലേ ഗണപതിയുടെ, അതുമുണ്ട്. ഇത് നമ്മുടെ കുണ്ടമ്പലത്തിൻ്റെ അകത്തുള്ള തിരക്കാണ്. നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ താഴെ ഒരുപാട് കടകൾ രാവിലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ അവിടുത്തെ തിരക്കാണ് കേട്ടോ ഇത്. ഇത് കൽപ്പാത്തിയിലെ കണ്ണൻസ് കാപ്പി. ഇവിടെയാണ് നല്ല ഫേമസ് കാപ്പിപ്പൊടി കിട്ടുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ വളവിലുള്ള ഈ ഷോപ്പാണ് കൽപ്പാത്തി തേരിന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു മെയിൻ സാധനം. നമ്മുടെ ഇവിടുത്തെ ചില്ലി ഗോബി അല്ലെങ്കിൽ ഗോബി പക്കോട എന്ത് വേണമെങ്കിൽ പറയാം, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ വളവിലെ കടയിലുള്ള ഈ സാധനം ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ചില്ലി ഗോബി. അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പോൾ ഞാൻ എപ്പോൾ കൽപ്പാത്തി തേരിന് വന്നാലും വേറെ എന്ത് മറന്നാലും ഞാൻ ഇത് മറക്കാറേ ഇല്ല. ഗോബി 65 മാത്രമല്ല, ഈ അരിപ്പപ്പടം ഉണ്ട്, പിന്നെ മുളക് ബജ്ജി ഉണ്ട്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇത്രയും വലിയ അരിപ്പപ്പടം സെല്ലും ചെയ്യുന്നുണ്ട് അവർ. ഫ്ലേവർ ഉണ്ടോ? എന്തിൻ്റെ? അല്ലേ, എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. സ്ട്രോബെറി അല്ല, ഞാൻ വെറുതെ പറഞ്ഞ പിങ്ക് കളർ ഇട്ടോണ്ട് പറഞ്ഞ. എൻ്റെ നാവ് ചോന്നോ?
അവിടെ ഇരിക്കുന്ന ചേട്ടൻ നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. എവിടെയാണ്, എന്താ പഠിക്കുകയാണോ, അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വിശേഷമൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംസാരിക്കുമായിരുന്നു. പറഞ്ഞോ? അല്ല, നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ മുതൽ അമ്മമാർക്ക് വേണ്ട ചട്ടികൾ വരെ ഇവിടെ താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഐസ്ക്രീം പാർലറിൽ ഇങ്ങനെ പോയപ്പോൾ അവിടെ ഒരു ചെറിയ മോള് ഇങ്ങനെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവൾക്കൊരു ചോക്കോബാർ മേടിച്ചു കൊടുത്തു. അവൾ ആ ചോക്കോബാർ കിട്ടിയ ഉടനെ നേരെ അവളുടെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളും അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചു. ഞാൻ പറഞ്ഞത് ചക്ക ഐസ്ക്രീമാണ്, രാധു പറഞ്ഞത് ഒരു പിസ്ത ഐസ്ക്രീമാണ്. അങ്ങനെ നമ്മളതെല്ലാം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാം കേട്ടോ. ഒരുപാട് ഹാപ്പിയായി, നല്ല ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു, നല്ലൊരു മെമ്മറി ആയിരുന്നു. സോ ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ കൽപ്പാത്തി രഥോത്സവത്തിലെ ആ ഒരു വൈബും ആ കടകളും എല്ലാം, എന്നുവെച്ചാൽ കൽപ്പാത്തിയിലെ ടോട്ടലി ഉള്ള എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.